Good afternoon. Good afternoon, teacher. Good afternoon. Good afternoon. Good afternoon. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കേറുന്നേ ഉള്ളു അല്ലേ? 5 പേരായിട്ടേ ഉള്ളൂ. ഓക്കെ, പ്രയർ ആരാണ്? പ്രയർ. Dear God, we thank you for your love and your promise to be with us at school or work, at rest or play. Help us to feel near to you and hear your voice. Guide us to always do our best in every situation and to love one another. Thank you, Miss. ഓക്കെ. Thought of the day. Some days are better, some days are worse. Look for the blessing instead of the curse. Be positive, stay strong, and get enough rest. You can do it all, but you can do your best. Thank you. ഓക്കെ, സൈനിങ് ആരാണ്? സൈനിങ്. ഞാനാണ് മാം. A small rope can hold an elephant if it believes it can't. Similarly, perceived limitations can hold us back. Don't let past beliefs define your potential. Challenge your limits and break free. ഒരു ആനയ്ക്ക് കഴിയില്ലെന്ന് തോന്നിയാൽ ഒരു ചെറിയ കയറിന് അതിനെ പിടിച്ചു നിർത്താൻ കഴിയും. അതുപോലെ പരിമിതികൾ നമ്മെ പിന്നോട്ട് വലിക്കും. മുൻകാല വിശ്വാസങ്ങൾ നിങ്ങളുടെ കഴിവുകളെ നിർവചിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ പരിധികളെ വെല്ലുവിളിച്ച് സ്വതന്ത്രരാകുക. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. Believes that everyone is happy. For us, every day is a new day. Let's not think about the days that have passed and live a little more mindfully about the things that are coming. So today we are going to learn a little new things and share new experiences. For that we welcome Ashwati ma'am to take today's class. Please welcome. Thank you. ഓക്കെ. ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആക്ഷൻ സോങ്. ആരുമില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് റോൾ ഓഫ് ഇമോഷൻസ് അതൊന്ന് ജസ്റ്റ് ദീപ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നിങ്ങൾ വായിച്ചപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കുട്ടിയുടെ ഇമോഷൻസിനെ എങ്ങനെയാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു സ്കൂൾ സിസ്റ്റം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇമോഷൻസ്, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ടാകാറില്ലേ? ഇമോഷൻസ് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല മാം. ഉണ്ടല്ലേ, എല്ലാവർക്കും ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ഫാമിലിയില് ധാരാളം മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ? അവർക്കിടയിൽ എങ്ങനെയാണ് ഇമോഷൻസ് വർക്ക്ഔട്ട് ആവുന്നത് ഒന്ന് പറയാമോ? ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി അല്ലെങ്കിൽ സങ്കടം ഉണ്ടായി സന്തോഷം ഉണ്ടായി എന്ന് വിചാരിക്കാം. കുട്ടി അത് നിങ്ങളോട് വന്ന് എക്സ്പ്രസ് ചെയ്യില്ലേ? എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യുന്നേ? എങ്ങനെയാ പറയുന്നേ അത് നിങ്ങളോട്? ഇപ്പൊ സങ്കടമാണെങ്കിലും അതുപോലെ തന്നെ സന്തോഷമാണെങ്കിലും ആ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ആ ഒരു സമയത്ത് എങ്ങനെയാണോ കുട്ടിയുടെ ആ ഒരു ഫീലിങ്സ് അത് അപ്പാട് തന്നെ എന്ത് ചെയ്യാറുണ്ട്? പ്രകടിപ്പിക്കാറുണ്ടല്ലേ കുട്ടി? ഇല്ലേ? ചെയ്യാറില്ലേ?
ഇപ്പൊ കുട്ടിക്ക് കരച്ചിലാണ് വരുന്നതെന്ന് വിചാരിക്കുക, ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ സ്കൂളിൽ ഉണ്ടായെന്ന് വിചാരിക്കുക, അപ്പൊ ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടിയാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ കുട്ടി നമ്മുടെ അടുത്ത് വന്നു, നമ്മുടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോ കുട്ടി പൊട്ടിക്കരയാണ് ഉണ്ടാവുക, അല്ലെ? അത്രയും നേരം കുട്ടി ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവനുണ്ടായ സങ്കടം അടക്കി വെച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നത് അമ്മമാരോടോ അല്ലെങ്കിൽ അച്ഛന്മാരോടോ വന്ന് പറയുമ്പോൾ അത് മുഴുവനും അവൻ അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു സ്കൂളിലായാലും അതുപോലെ തന്നെ ഒരു ഫാമിലി, ഒരു വീട്ടിലായാലും കുട്ടികൾക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് രക്ഷിതാക്കളുമായും അല്ലെങ്കിൽ പാരന്റ്സുമായിട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സുമായിട്ടും അതുപോലെ തന്നെ അതായത് അവരുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളുമായിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടും എന്ത് ചെയ്തിരിക്കണം, ഷെയർ ചെയ്യണം. ഓക്കെ, അനിലയുടെ കുഞ്ഞാണത്. എത്ര വയസ്സായി? ആളിപ്പോ 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സ് കഴിഞ്ഞല്ലേ? ഹായ് പറഞ്ഞേ. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? പാപ്പം തിന്നോ? മാവേ കഴിച്ചോ? എന്താ കഴിച്ചത്? ദോശേ? തിരിയില്ല, പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ലല്ലേ? എന്താ അറിയാം. ആള് ഒരു ടൈം ആള് വീഡിയോ ആക്കിയതാ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള, അതായത് എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ തന്റെ കുട്ടികളുടെ ഇമോഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഓരോ കുട്ടികൾക്കും ഓരോ ക്യാരക്ടറാണ് ഉണ്ടാവുക, അല്ലെ? എല്ലാവർക്കും ഒരേപോലെയുള്ള ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുന്നേ? അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഓരോ കുട്ടികളും. അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന ഇമോഷൻസും ഡിഫറെന്റ് ആയിരിക്കും. ചില കുട്ടികൾക്ക് പറഞ്ഞ പെട്ടെന്ന് ദേഷ്യം വരും, ചില കുട്ടികൾ പഞ്ചപാവങ്ങളായിരിക്കുള്ളൂ, ഭയങ്കര സൈലന്റ് ആയിരിക്കുള്ളൂ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ വിഷമം വരും. ചില കുട്ടികൾ മിണ്ടാതിരിക്കും, ചില കുട്ടികൾ നല്ല വിൽ പവർ ഉള്ളവരായിരിക്കും, എന്ത് പറഞ്ഞാലും പാറ പോലെ നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓരോരോ സിറ്റുവേഷൻസ് അനുസരിച്ചും അവരിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു ടീച്ചർ എന്ന രീതിയിൽ ആ ടീച്ചർ എന്ത് ചെയ്തിരിക്കണം, അവരുടെ ക്ലാസ്സിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ കുട്ടികളാണുള്ളത്, അവരുടെ ക്യാരക്ടർ എന്താണ്, അവർക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമോഷൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്ലാസ് ടീച്ചർ ഇത് അറിയേണ്ടത്, അതായത് ഓരോ കാര്യങ്ങളും, അതായത് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ക്ലാസ് വളരെ സ്മൂത്തായി കൊണ്ടുപോകുന്നതിന് ഈ ഒരു അധ്യാപകർക്ക് ഓരോ കുട്ടികളുടെയും കുറിച്ചിട്ടുള്ള ഇമോഷൻസ് അറിയുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞിരുന്നാൽ വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ക്ലാസ് പ്രശ്നങ്ങളില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ എഡ്യൂക്കേഷൻ ഏരിയ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ പാരന്റ്സും കുട്ടികളുടെ ഇമോഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് പാരന്റ്സ് അറിഞ്ഞിരിക്കേണ്ടത്? പാരന്റ്സ് അറിയണം എന്ന് പറയുന്നുണ്ട്. തുറന്നെല്ലാം സംസാരിക്കണം. അതായത് തുറന്നെല്ലാം സംസാരിക്കാൻ, അല്ലെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പാരന്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഓരോ ഇമോഷൻസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക പല പല സിറ്റുവേഷൻസിലായിട്ട്. അപ്പൊ എങ്ങനെ അധികമായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണത് എന്താ പറയാ, ഇപ്പോ പലതരത്തിലുള്ള ഇമോഷൻസ് ആണ്. ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയങ്കരമായിട്ട് എന്താ പറയാ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഇമോഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കൺട്രോൾ ചെയ്യണം, അല്ലെ? ആണോ? ദേഷ്യം വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കണ്ടേ? മറിച്ച് ഒരു മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കുന്നില്ല, റെസ്പെക്ട് ചെയ്യുന്നില്ല, ആരെയും സ്നേഹിക്കുന്നില്ല, അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് കുട്ടിയാണെങ്കിൽ
അവരുടെ ഇമോഷൻസ് എന്താ ചെയ്യണ്ടേ? കൺട്രോൾ ചെയ്യാണോ വേണ്ടത്? അതോ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യാണോ വേണ്ടത്? എന്താ ചെയ്യണ്ടേ? കൺട്രോൾ. കുറച്ചും കൂടി, അതായത് അത് പ്രകടിപ്പിക്കാനായിട്ട് ആ ഒരു കുട്ടിക്ക്, അതായത് ഒട്ടും സ്നേഹം മറ്റുള്ളവരോട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ റെസ്പെക്ട് ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ കുറച്ചും കൂടി അത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള, അതായത് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ധാരാളം സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുവാനും സാധിക്കുന്നു. അപ്പൊ ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് അല്ലെ. അതായത് നമ്മുടെ ഇമോഷൻസ് അനുസരിച്ച്, അതായത് ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഓരോ ആളുകൾ കൂട്ടുകൂടുന്നത് അല്ലെ. ഇപ്പൊ ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ അധികം മിണ്ടാത്ത ടൈപ്പ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാകാം. അപ്പൊ ഇവരുടെയൊക്കെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് കുറവായിരിക്കും കൂടുതലായിരിക്കും? ഇത്തരത്തിലുള്ള കുട്ടികളുടെ കുറവായിരിക്കും അല്ലെ. തീർച്ചയായിട്ടും കുറവായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്ന, അതുപോലെ തന്നെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന അങ്ങനെയുള്ള സ്റ്റുഡൻസിന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോ ഇത്തരത്തില് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇമോഷൻസിനെ ബേസ് ചെയ്ത് അവരുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങൾ വിപുലീകരിക്കാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരും. ഓക്കെ, ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അത് കുട്ടികളിൽ നിന്ന് മാത്രമല്ല മുതിർന്നവരിലും എന്തുണ്ട്? ഇമോഷൻസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് ജേണിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. ടീച്ചർ ഒരു കാര്യം പറഞ്ഞോട്ടെ. മോളുടെ ക്ലാസ് ടീച്ചർ കഴിഞ്ഞ പുതിയൊരു ടീച്ചറാ വന്നേ. അപ്പൊ ടീച്ചർ കുട്ടികളുമായിട്ട് ഒട്ടും മിങ്കിൾ ചെയ്യത്തില്ല. അപ്പൊ ഇവർക്ക് എപ്പോഴും പരാതിയാ. അപ്പം മോള് വന്ന് പറയാന്ന് വെച്ചാല്, ഫസ്റ്റ് അവർ കയറി വന്നിട്ട് ടീച്ചർ ഒരു പ്ലസന്റ് ആയിട്ട് ഒരു ചിരിയോ അങ്ങനെയായിട്ടല്ല ഒരു ക്ലാസ് റൂമിൽ കയറുന്നേ. അപ്പോഴേ അവരുടെ അന്നത്തെ ദിവസം പിള്ളേര് തന്നെ ഡെസ്പായി മാറാണ്, അവർക്ക് ആ ഒരു സന്തോഷം ഇല്ലായ്മ വരാണെന്നാ മോള് പറയുന്നേ. വന്ന് ഫസ്റ്റ് അവർ ഒരു ക്ലാസ് ടീച്ചർ, അപ്പൊ ടീച്ചർ തന്നെ ആയിരിക്കും ഒരു വിധത്തിൽ ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് വരുമ്പോ അവർക്ക് ആ മെന്റലി കുട്ടികൾക്കും അവരുടെ ഇഷ്ടക്കുറവ് ഉണ്ടാവാറുണ്ട്. മനസ്സിലായി. മനസ്സിലാവുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തി എടുക്കുക, ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് അവരുടെ പ്രൈമറി നീഡ്സ്, അതുപോലെ ആഗ്രഹങ്ങള്, പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷകള്, പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോ പലതരത്തിലാണ്, അതായത് ഇമോഷൻസ് എന്ന് പറയുന്നത് പലതരത്തിലാണ് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഇമോഷൻസ് എന്ന് പറയുന്നതിനെ ധാരാളം കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അത് ഒരു വ്യക്തിയുടെ പ്രൈമറി നീഡ്സ് ആവാം, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകാം, പിന്നെ പ്രതീക്ഷകൾ ഉണ്ടാവാം, ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, വളരെ എന്താ പറയാ, ഒരു ഭയങ്കര ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുട്ടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് വിചാരിക്കുക. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുള്ളൂ അല്ലെ. ഡിഫറൻസ് തോന്നാറില്ലേ? വളരെ പാവപ്പെട്ട ഒരു കുട്ടി, അവരുടെ ഇമോഷൻസ് ചിലപ്പോൾ സാധാരണ ആളുകളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കുള്ളൂ ഉണ്ടാവുക. കാരണം ആ കുട്ടിക്ക് ഏത് സമയം ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല, ഏത് സമയവും ഹാപ്പി ആയിട്ട് നടക്കാൻ പറ്റിയെന്ന് വരില്ല. അവന്റെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവന്റെ കഷ്ടപ്പാടുകൾ എന്താണ്, അതറിഞ്ഞിട്ടായിരിക്കും ആ കുട്ടിയുടെ ഇമോഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. മറിച്ച് നമ്മൾ കുറച്ച് പണക്കാരെ, അതായത് ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അവർക്ക് എപ്പോഴും, അതായത് അവരുടെ കയ്യിൽ ധാരാളം മണി ഉണ്ട്, ഓക്കെ, അവർക്ക് ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോ അവരെപ്പോഴും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. അപ്പോ ഓരോരോ, അതായത് വ്യക്തി ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടി ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ അവന്റെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്.
ഓക്കെ. ഇപ്പൊ ശാലിനിക്ക് ഉണ്ടാകുന്ന ഇമോഷൻ ആയിരിക്കില്ല അഞ്ജുവിന് ഉണ്ടാകുന്നത്. രണ്ട് തരത്തിലും, അതായത് രണ്ടുപേരും ഡിഫറെന്റ് ആണ്. രണ്ടാളുകളും രണ്ട് തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ശാലിനിക്ക് ഇപ്പോൾ ചിരിക്കാനാണ് കഴിയുന്നതെങ്കിൽ ചിലപ്പോൾ അഞ്ജുവിന് ചിലപ്പോൾ ആ സമയം ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ അവരുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് എന്താ പറയാ, കുട്ടിയുടെ ഓരോ പ്രായത്തിലും ഓരോ തരത്തിലുള്ള ഇമോഷൻസ് ആണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾക്ക് അറിയാം, ചെറിയ കുട്ടികൾക്ക് എന്താണ് ധാരാളം എന്താ പറയാ, അവർക്ക് കുറെ കാര്യങ്ങൾ അവർക്ക് നല്ല രീതിയിൽ എന്താ പറയാ ചിരിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ കളിച്ച് രസിച്ച് നടന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ അവരെ പഠനത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഇതിലായി ഒതുക്കി പോകും അല്ലെ. അതായത് ബുക്കുകളും അതുപോലെ തന്നെ പരീക്ഷകളുമായിട്ട് അവര് മാറിപ്പോകാറുണ്ട്. ഇനി കുറച്ചും കൂടി വലുതാകുമ്പോൾ, അതായത് ടീനേജ് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ സ്വന്തം ബ്യൂട്ടിയെ കുറിച്ച് കുറച്ച് കൺസേൺ ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ എന്താ പറയാ, അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിൽ ആയി പോകാനായിട്ട് തുടങ്ങാറുണ്ട്. പിന്നെ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തുടങ്ങും. പിന്നെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തുടങ്ങും. പിന്നെ അതും കഴിഞ്ഞ് കുറച്ചും കൂടെ ഏജ്ഡ് ആകുമ്പോൾ വീണ്ടും അവരുടെ മക്കള്, അവരുടെ കുടുംബം, അപ്പൊ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് ചുറ്റുണ്ടാകും. പിന്നെ കുറച്ചുകൂടി വയസ്സായി കഴിയുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി അല്ലെ, കുറച്ച് മെച്യൂരിറ്റിയോടുകൂടി ചിന്തിക്കാനായിട്ട് തുടങ്ങും. ധാരാളം കാര്യങ്ങൾ വായിക്കാനായിട്ട് തുടങ്ങും. കുറെ കാര്യങ്ങൾക്ക് അവർക്ക് അറിവുണ്ടാകും. അപ്പൊ ഇതാണ് ഒരു കുട്ടിയുടെ അതായത് ആ കുട്ടിയുടെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഏജ് തുടങ്ങി ആ കുട്ടി വയസ്സാകുന്നത് വരെ, ഓൾഡ് ഏജ് ആകുന്നത് വരെയുള്ള കാര്യങ്ങളില് ഇമോഷൻസിന് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഒരു കുട്ടി ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവൻ ചിരിക്കുന്നത് പോലെ, അവൻ പറയുന്നത് പോലെ ആയിരിക്കില്ല ഒരു വയസ്സായിട്ടുള്ള ഒരാള് ചിന്തിക്കുന്നതും അവരുടെ ഇമോഷൻസും. അപ്പൊ ഇതിനെന്തുണ്ട്, വ്യത്യാസങ്ങള് വരാറുണ്ട്. പിന്നെ ഇമോഷൻസ് നമ്മളിപ്പോ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കണം. ഇമോഷൻസ് എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനായിട്ടുള്ളതാണ്. അത് ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് മറച്ചു വെക്കുവാണെങ്കിൽ, അവന്റെ മനസ്സിൽ തന്നെ അത് കുഴിച്ചു മൂടുവാണെങ്കിൽ ആ കുട്ടിക്ക് ധാരാളം മെന്റലി പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. ചില കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കാണാറുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാറില്ല, ചിലപ്പോൾ തുറന്നു പറയാറില്ല. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ധാരാളം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ധാരാളം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആ കുട്ടിക്ക് ഇതുമൂലം ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സ്കൂളിലെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ ലെസൺസ് കൂടുതൽ ലെസൺസ് പഠിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ അധ്യാപകന്റെ ടീച്ചറിന്റെ ബിഹേവിയറിലൂടെ, അതുപോലെ തന്നെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ സപ്പോർട്ടിലൂടെയൊക്കെ ഈ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വികസിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു കുട്ടിക്ക് സാധിക്കും. അപ്പോ ഇമോഷൻസ് എന്ന് പറയുന്നത് പലതരത്തിലും, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഇമോഷൻസ് ഡെവലപ്പ് ആകുന്നത് പലതരത്തിലുള്ള പ്രാക്ടീസിലൂടെയാണ്. ഒന്നെന്ന് പറയുന്നത് സ്കൂളിലെ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്കൂൾ ലെസൺസ്, ഇതിലൂടെയൊക്കെ നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ടീച്ചറിന്റെ ബിഹേവിയർ എന്താണ്, ഓരോ കുട്ടികളോടും ടീച്ചറിനുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. നമ്മൾ എത്ര തന്നെ എല്ലാവരെയും തുല്യമായി കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില ടീച്ചേഴ്സിന് ചില കുട്ടികളോട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അവരോട് പ്രത്യേകമായിട്ട് ഒരു ഇഷ്ടം, സ്നേഹം എന്നിവയൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ ടീച്ചറിന്റെ ബിഹേവിയർ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ കൂടെ പഠിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ. നിങ്ങൾക്ക് എന്താണ് ഇമോഷൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ഒരു കുട്ടിയുടെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത് അല്ലെ. നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടുവന്നിട്ടുള്ളത്? നിങ്ങളുടെ കുഞ്ഞുങ്ങള് ഇമോഷൻസ് നിങ്ങളിൽ വന്ന് പ്രകടിപ്പിക്കാറുണ്ടോ? കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ടോ? എന്തെങ്കിലും മറച്ചു വെക്കാറുണ്ടോ? നിങ്ങളുടേതല്ലാതെ വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് അവരുടെ ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കാറുണ്ടോ? നോട്ട് ചെയ്തിട്ടുണ്ടോ? മാക്സിമം അവർ വന്ന് പറയാറുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ പാരന്റ്സ് ഞങ്ങള് അന്നത്തെ അതല്ലേ, ഞങ്ങൾ 90 കിഡ്സിന്റെ അറിയാലോ, അത്രത്തോളം
ചെയ്തിട്ടാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത്. അപ്പം പക്ഷെ ഞാനാണെങ്കിൽ അവരെ ഓരോ കാര്യത്തിനും നമ്മളെ കമ്പൽ ചെയ്ത് വച്ചേക്കും. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് അവരെന്നും വന്ന് കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ കള്ളത്തരം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. ഓക്കെ. ശാലിനിക്ക് എന്താ പറയാനുള്ളത്? ശാലിനി. ഇല്ല, ഈ ലെസണിൽ നിന്ന് മനസ്സിലാക്കിയതാണ് നമ്മൾ അവര് ഇങ്ങനെ വികാരങ്ങൾ പറയാതാകുമ്പോൾ അവര് മെന്റലി ഡൗൺ ആകുന്നില്ലേ, പിന്നെ മറ്റുള്ളവർ അവരെ കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങും. അപ്പൊ അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം നമ്മൾ അവരുടെ ആ ഒരു കുഞ്ഞു പ്രായത്തിലെ അവരെല്ലാം നമ്മളടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കണം. പിന്നെ ആ ഒരു സാഹചര്യം, പിന്നെ അവരെ കേട്ടിരിക്കാനും കണ്ടിരിക്കാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോഴേ അവര് അവരുടെ ഉള്ളിലുള്ള ഏറ്റവും പരമായിട്ടുള്ള എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയത്തുള്ളൂ. നമ്മൾ അവര് ചില കാര്യങ്ങൾ പറയാനായിട്ട് വരുമ്പോ അവരത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അവര് നോർമലി കുഞ്ഞുമക്കളല്ലേ, അവർ ചിന്തിച്ചു പോകും. അപ്പൊ ഇത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ വരുമ്പോ ഓരോ കാര്യങ്ങളും അവരെന്ത് ചെയ്യും, പറയാതെ മൂടി വെച്ച് നടക്കും. പിന്നെ അതിനുശേഷം അവരുടെ ഓപ്പോസിറ്റ് നടക്കുന്ന മക്കളാണെങ്കിൽ അവര് വന്നിട്ട് ഞാൻ എന്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഈ പറയാതെ ഇരിക്കുന്ന ആ കുട്ടിയും വിചാരിക്കും എന്നെ കേട്ടിരിക്കാനും എന്നെ കണ്ടിരിക്കാനും എനിക്ക് സ്പേസ് എന്റെ പേരൻസ് തരുന്നില്ല. അപ്പം എന്ത് ചെയ്യണം, അങ്ങനെ ഒരു സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. എപ്പോഴായിരുന്നാലും വളർന്നു വലുതായാലും ആ ഒരു സ്പേസ് കൊടുക്കണം. ഒരിക്കലും ആ പേരൻസ് എന്താണ് നമ്മുടെ മക്കള് പറയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ പാടില്ല. അത് ഇവരുണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്പേസിൽ നിന്നാണ് ആ മക്കൾ അങ്ങനെ ആകുന്നത്. അപ്പൊ അവൻ വേണമെങ്കിൽ പറയും അമ്മ എന്നെ കേട്ടിരുന്നില്ല കണ്ടിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ഷെയർ ചെയ്യാത്തത്, അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരടുത്ത് പറഞ്ഞത്. എനിക്ക് ഇത് പറയണമെന്ന് തോന്നി. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അഫെക്ഷൻ. ആദ്യം എല്ലാവരും ഒന്ന് റീഡ് ചെയ്യട്ടോ മൈൻഡില്. അസീന ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. അസീന അയച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാട്ടോ. ഓക്കെ. നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളൊന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആരാണ് റീഡ് ചെയ്യുന്നേ? ഒരാള് റീഡ് ചെയ്യട്ടോ. ആരുമില്ലെങ്കിൽ ഞാൻ വായിക്കാം. ഓക്കെ. Affection.
affection, Valsalya. It is possibly the most important human emotion. It has a great influence on the child's total development, the growth and an uncivilized, helpless baby to a civilized and the Uncivilized. effective human being. The rearing and education of a child depends largely upon the amount of affection he has from others, including his parents. Affection develops in a child a feeling of being wanted. He feels secure and his self-esteem grows, and with it grows the need to try out, to be advantageous, to take risks, to make mistakes and learn through such experiences. An atmosphere of actual love helps the child also to develop love and concern for others. Learning in school also relies to a great extent on affection. Pupils seek sympathy and warm treatment from their teachers. One of the characteristics of a good teacher, therefore, is human quality, that he feels activity concerned about the pupils under his charge. The development of love in children is important for the development of a new society centered on cooperation and mutual love. Sympathy is another emotion which is reckoned much for the emotional development of a child as well as society. ശാലിക്ക് എന്താ വായിച്ചിട്ട് മനസ്സിലായത്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അഫക്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വികാരമാണ്. പിന്നെ ഒരു കുട്ടിയുടെ വളർച്ച തുടങ്ങിയത് മുതൽ അഫക്ഷൻ ഉണ്ടെങ്കിലേ അവൻ ഏത് കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിൽ നിന്നോ, പിന്നെ അവനെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്നോ, പിന്നെ അവന്റെ വിദ്യാഭ്യാസവും വളർച്ചയും കൂടുതൽ മെച്ചപ്പെടണമെങ്കിൽ അഫക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അധ്യാപകരിൽ നിന്നും അവർക്ക് ആ ഒരു അഫെക്ഷൻ വേണം. എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് നടക്കുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സിന്റെ തുടക്കം നേരത്തെ മറ്റേ അഞ്ജന ചേച്ചി പറഞ്ഞ കണക്കിന് മറ്റേ അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അഫെക്ഷനിൽ നിന്നായിരിക്കും കുട്ടികൾ ആ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ടുപോകുന്നത്. അഫെക്ഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഓക്കെ. വേറെ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള കാര്യമായാലും ഒന്ന് ഷെയർ ചെയ്താൽ മതി കേട്ടോ. എനിവൺ? ആർക്കും ഒന്നും മനസ്സിലായില്ല അഫെക്ഷൻ എന്താണെന്ന്. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് എന്താ അഫെക്ഷൻ? വാത്സല്യം. എന്നൊക്കെ പറയും. സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം എന്നൊക്കെ പറയും. അഫെക്ഷൻ, വാത്സല്യം എന്നാണ് പ്രോപ്പർ ആയിട്ട് പറയാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ ഒരു വാത്സല്യം അല്ലെങ്കിൽ എത്രമാത്രമാണ് അത് കുട്ടിയുടെ ഒരു വളർച്ചയിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഇത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻ ആണ്. ഓക്കെ. ഒരാൾക്ക് ഒരാളോട് അഫെക്ഷൻ തോന്നുക അല്ലെങ്കിൽ ആൾക്ക് ഒരാളോട് വാത്സല്യം തോന്നുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു കാര്യമാണ് അല്ലെ? ഒരു പിഞ്ചു കുഞ്ഞിനെ നമുക്ക് കാണുമ്പോൾ, നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു കുഞ്ഞിനെ നമ്മൾ വഴിയോരത്ത് കണ്ടു എന്ന് വിചാരിക്കുക. ഒരു 4-5 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞാണെന്ന് വിചാരിക്കുക. നമുക്ക് ആ കുട്ടിയോട് എന്ത് ഇമോഷൻ ആയിരിക്കും ഉണ്ടാവുക? എന്ത് ഇമോഷനാണ് ഉണ്ടാവുക?
ഉണ്ടാവും അല്ലെ, ഭയങ്കരമായിട്ട് നമുക്ക് ആ കുഞ്ഞിനോട് വാത്സല്യം തോന്നും അല്ലെ, നമുക്ക് ആ കുഞ്ഞിനെ എടുക്കാൻ തോന്നും, കളിപ്പിക്കാനായിട്ട് തോന്നും, അങ്ങനെ കുറെ കാര്യങ്ങൾ തോന്നാറുണ്ട്. ഓക്കെ, അപ്പോ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഹ്യൂമൻ ഇമോഷൻ ആണത് ഈ അഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ വാത്സല്യം എന്ന് പറയുന്നത് കുട്ടിയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ പാരന്റ്സ് നല്ല രീതിയിൽ കുട്ടികൾക്ക് വാത്സല്യം കൊടുത്തു കഴിഞ്ഞാല് അത് അവരുടെ വളർച്ചയിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സിവിലൈസ്ഡ് ആക്കാനായിട്ട് ഈ ഒരു അഫെക്ഷൻ കൊണ്ട് സാധിക്കുന്നതാണ്. അതായത് എത്ര എന്താ പറയാ ഒരു ചീത്ത സാഹചര്യങ്ങളിലുള്ള കുട്ടിയായാലും, എത്രത്തോളം സംസ്കാരശൂന്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്നൊരു കുട്ടിയാണെങ്കിൽ കൂടി നമ്മൾക്ക് ആ കുട്ടിക്ക് വാത്സല്യം കൊടുത്തു കഴിഞ്ഞാല് ആ കുട്ടിയെ സിവിലൈസ്ഡ് ആക്കാനായിട്ട് സാധിക്കും. നല്ലൊരു സംസ്കാരത്തിൽ ഊന്നിയ ഒരു കുട്ടിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് അഫെക്ഷനും കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്, ആ കുട്ടിയുടെ വളർച്ച, അത് ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, മെന്റൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ആ കുട്ടിയുടെ വളർച്ചയിലും ആ കുട്ടിയുടെ എഡ്യൂക്കേഷനിലും എന്താണ് അത്രയും അധികം ഈ ഒരു അഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി നല്ല രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അവര് ചുറ്റുമുള്ളവര് അവര് നല്ല രീതിയിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും, എന്താ കൊടുത്തിട്ടുണ്ടാവുക? അഫെക്ഷൻ അല്ലെ, വാത്സല്യം കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ചില കുഞ്ഞുങ്ങളൊക്കെ എന്താണ് ഭയങ്കരമായിട്ട്, ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോഴും അങ്ങനെ ഇല്ല. ഇപ്പൊ പാരന്റ്സ് കുറച്ചും കൂടി കുട്ടികളുമായിട്ട് കൂടുതൽ ഇന്ററാക്റ്റഡ് ആണ്, ഫ്രണ്ട്ലി ആണ്. അത് ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും എല്ലാവരുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാവും. പക്ഷെ മുമ്പെന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം പാരന്റ്സും കുട്ടികളും ഒക്കെ തമ്മില് നല്ല രീതിയിലുള്ള ഒരു അടുപ്പമായിരുന്നില്ല. അല്ല, അടുപ്പമുണ്ടായിരുന്നു, അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഓപ്പൺ മൈൻഡോട് കൂടി, അല്ലെങ്കിൽ അവരുടെ സ്നേഹം, അത് പാരന്റ്സിന് ചിലപ്പോ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരിക്കാം കുഞ്ഞുങ്ങളോട്, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നത് കുറവായിരുന്നു. സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ആയിരുന്നില്ല മുമ്പ് ഉണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ആണോ? ആയിട്ടുള്ളവരാണ്. അവർക്ക് സ്നേഹമുണ്ട്, സ്നേഹമില്ലെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ പാരന്റ്സിനും അവരുടെ മക്കളോട് സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷേ അത് പ്രകടിപ്പിക്കുന്നത് വളരെ കുറവ് മാത്രമായിരുന്നു. കാര്യം അങ്ങനെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വഴിതെറ്റി പോവോ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയാ വാല്യൂ ഇവിടെ കുറയുമോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ മുമ്പത്തെ പാരന്റ്സിന് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ പേടിയോടെയൊക്കെയാണ് കുട്ടികൾ വളർന്നു വന്നിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കുട്ടികളുടെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ്, നമ്മുടെ ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് പണ്ടത്തെ കാലം പോലെയല്ല അല്ലെ, ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അവരുടേതായിട്ടുള്ള അവരുടെ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനും മെന്റൽ ഡെവലപ്മെന്റിനും ഒക്കെ ഈ അഫെക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വാത്സല്യം കുട്ടിക്ക് കൊടുക്കുമ്പോൾ അവനൊരു പ്രൊട്ടക്ഷൻ ആണ് തോന്നുന്നത് അല്ലെ, അവൻ സേഫ് ആണെന്നുള്ളൊരു വിചാരം അവന് തോന്നും. ആരൊക്കെ ഉണ്ട്, അവന് ചുറ്റും ആരൊക്കെ ഉണ്ട് അല്ലെ, ഞാൻ ഒറ്റയ്ക്കല്ല, ആ ഒരു തോന്നല് കുട്ടിക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ അവനിൽ തന്നെ വാല്യൂബിൾ ആയിരിക്കാനായിട്ട് അവൻ ശ്രദ്ധിക്കും. അവനോട് തന്നെ ഒരു വാല്യൂ ഉണ്ടാവും അല്ലെ, ഒരു എന്താ പറയാ ഒരു വില ഉണ്ടാവും, അല്ലെങ്കിൽ മതിപ്പ് ഉണ്ടാവാനായിട്ടുള്ള കാര്യവും ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുത്തുവാണെങ്കിൽ എന്താണ്, ഇങ്ങനെ ഈ വാത്സല്യമുള്ള അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കൊണ്ട് അത് ശരിയല്ല മോനെ എന്ന് പറയുമ്പോൾ അത് തിരുത്താനായിട്ട് അവനൊരു എഫേർട്ട് ഇടും. ഒരു പ്രാവശ്യം ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അത് തെറ്റാണെന്ന് പറയുമ്പോഴും പിന്നീട് ആ കുട്ടി എന്ത് ചെയ്യില്ല, അത് ചെയ്യില്ല. അത് വാത്സല്യപൂർവ്വം അല്ലെങ്കിൽ അഫെക്ഷനോട് കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ കുട്ടിയുടെ പിന്നീട് കുട്ടി അത് ആവർത്തിക്കാനായിട്ട് ചാൻസ് കുറവാണ്. അത്തരത്തിലും അഫെക്ഷൻ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ മാത്രമല്ല, ഇപ്പോ നമുക്കറിയാം പാരന്റ്സ് എന്ന രീതിയിൽ കുട്ടികളോട് എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കാക്കയ്ക്കും തനിക്കുഞ്ഞും പൊൻകുഞ്ഞെന്ന് കേട്ടിട്ടില്ലേ? എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങളോട് വളരെയധികം വാത്സല്യം ഉണ്ടാവും അല്ലെ. മറ്റെന്തിനേക്കാളും ഉപരി, അല്ലെങ്കിൽ ലോകത്ത് മറ്റെന്തിനേക്കാളും ഉപരി അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നത് എന്റെ മക്കളെ തന്നെയാണ്. അതിന് യാതൊരു തർക്കമില്ലല്ലോ. നിങ്ങൾക്ക് തർക്കമുണ്ടോ എന്തെങ്കിലും? നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ മക്കളെ തന്നെയല്ലേ?
അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ബാക്കി എന്തും. അവർക്കൊരു വയ്യായിക വന്നാൽ, അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാല് അവര് ആണ് ഫിസിക്കലി ഒരു വീക്ക് ആവും, പക്ഷെ മെന്റലി വീക്ക് ആവുന്നത് നമ്മളായിരിക്കും അല്ലെ. ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവും, നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഭയങ്കര ആശങ്ക ഉണ്ടാവും, നമുക്കായിരിക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് എന്ത് കിട്ടാറുണ്ട്? വാത്സല്യം കിട്ടാറുണ്ട്. അപ്പോ ആ ഒരു വാത്സല്യം എന്ന് പറയുന്നത് വീടുകളിൽ മാത്രം ഒതുങ്ങി പോകേണ്ട ഒന്നല്ല, മറിച്ച് അത് സ്കൂളുകളിൽ നിന്നും കുട്ടിക്ക് കിട്ടണം. ആരിൽ നിന്നാണ് സ്കൂളിൽ നിന്ന് കിട്ടേണ്ടത്? ആരാണ് സ്കൂളിൽ ഈ അഫെക്ഷൻ കൊടുക്കേണ്ടത്? ടീച്ചറാണ് അല്ലെ. ടീച്ചർ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വാത്സല്യത്തോടു കൂടി വേണം അവനെ നോക്കാനായിട്ട്. അപ്പൊ ഒരു നല്ല ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചറിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളോടുള്ള സ്നേഹം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു വാത്സല്യം തന്നെയാണ്. കുട്ടികളില് അതുപോലെ തന്നെ പരസ്പര സ്നേഹം, അതായത് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യണം, പരസ്പരം സഹായിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഒരു കുട്ടിക്ക് ഒരു ആവശ്യം വരുമ്പോൾ മറ്റു സ്റ്റുഡൻസ് സഹായിക്കണം. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും എന്ത് ചെയ്യാം? ടീച്ചറാണ് പറഞ്ഞ് കൊടുക്കേണ്ടത്. അപ്പോ ഇത്തരത്തിലുള്ള കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം, കുട്ടികൾ തമ്മിൽ പരസ്പര സഹകരണ മനോഭാവം പുലർത്തുക, അല്ലെങ്കിൽ പരസ്പരം സഹായിച്ച് ജീവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ആ കുട്ടി സമൂഹത്തിലെ നല്ലൊരു വ്യക്തിയായിട്ട് വളരാനായിട്ട് സാധിക്കും. നാളെ ഫ്യൂച്ചറിൽ അവൻ മറ്റുള്ളവരെ സഹായിക്കാനും, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സഹായിക്കാനും, ഇല്ലായ്മകളിൽ നിന്ന് വരുന്നവരെ സഹായിക്കാനും ഒക്കെ ഇത്തരം കുട്ടികള് മെനക്കിടും. അപ്പൊ എന്താ പറയാ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവൻ ഭാവിയിലും ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സിമ്പതിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പരസ്പര സഹകരണം, അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അവർക്ക് എന്തെങ്കിലും കാര്യത്തിന്റെ കുറവുകൾ ഉണ്ടായാൽ ആ കുറവ് നികത്താനുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ ആ സിമ്പതിയുടെ ലെസൺസ് ആണ് അവിടെ കുട്ടി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ, അതായത് നമ്മൾ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ നല്ല വാത്സല്യത്തോടെ സ്നേഹത്തോടു കൂടി കുട്ടികളോട് പെരുമാറിക്കഴിഞ്ഞാല് കുട്ടികളും ആ സ്നേഹം കാണിക്കുകയും ആ കുട്ടി നല്ല രീതിയിൽ വളർന്നു വരാൻ ഇടയാക്കുകയും ചെയ്യും. മറിച്ച് നമ്മളിപ്പോ കുട്ടിയോട് ദേഷ്യപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതെങ്കിൽ അവന്റെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല, എപ്പോഴും അവന് സങ്കടമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അവനും ആ ദേഷ്യം നമ്മളോട് പ്രതിബിംബിക്കാണ് ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള രീതികളിൽ നിന്നൊക്കെ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു വാത്സല്യം കുട്ടിക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും തെറ്റുകൾ കുട്ടി ചെയ്തെന്ന് വിചാരിക്കുക, പെട്ടെന്ന് ദേഷ്യപ്പെടാതെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയാണ് കൊടുക്കേണ്ടത്. ഇതാണ് കേട്ടോ ശരിയായ രീതി, അല്ലെങ്കിൽ ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് വാത്സല്യത്തോടു കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ആ കുട്ടി അത് പിന്നീട് ആവർത്തിക്കില്ല. ഓക്കെ, നിങ്ങൾ കുഞ്ഞുങ്ങളോട് വാത്സല്യത്തോടു കൂടിയാണോ പെരുമാറാറുള്ളത്? ദേഷ്യപ്പെടാറുണ്ടോ? രണ്ടും ചെയ്യാറുണ്ട്. രണ്ടും ചെയ്യാറുണ്ട് അല്ലെ. വാത്സല്യം കൊടുക്കുമ്പോൾ ഈ അഫെക്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്ക് വാത്സല്യം കൊടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കുട്ടിയിൽ ഉണ്ടാവുക? നമ്മൾ ദേഷ്യപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവര് ഹാപ്പി ആയിരിക്കും. അവര് ശാന്തമായിട്ടിരുന്ന് ഓരോന്ന് പറയുന്ന കാര്യങ്ങള് ചെയ്യും. നമ്മൾ നല്ല രീതിയിലാണ് അതിന് ശാസിച്ച് ചെയ്യുന്നെങ്കിൽ അവര് ആ രീതിയിൽ അപ്പോൾ തന്നെ റെഡിയാക്കാൻ ശ്രമിക്കും. നമ്മളെ ബോണ്ടിങ് കൂടും. അപ്പൊ അവര് പിന്നീട് ഉള്ള കാര്യങ്ങളും നമ്മൾ പറയുന്നത് അവർക്ക് പിന്നെ ചെയ്യാനുള്ള താല്പര്യം കൂടും. പിന്നെ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു പേടിയോ ഒരു അകൽച്ചയൊന്നും ഇല്ലാന്ന് തോന്നുമ്പോൾ അവർക്ക് എന്തും ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സ് വരും. മനസ്സിലായില്ല അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട? ഒരേപോലെ വാത്സല്യം കാണിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് അസൂയ പോലെ തോന്നാറ്. അസൂയ തോന്നാറുണ്ടോ വാത്സല്യം കാണിക്കുമ്പോൾ? രണ്ട് മക്കളുണ്ടാവും, എല്ലാവർക്കും കാണുമല്ലോ. അപ്പം നമുക്ക് ചില സമയം ഇളയാളിനായിരിക്കും നമ്മൾ കുറച്ചുകൂടെ പ്രയോറിറ്റി ഇളയാളിലെ കുഞ്ഞല്ലേ വിചാരിക്കുന്നത്. പക്ഷെ മൂത്ത ആളിന് ചിലപ്പോ അതൊരു അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പിന്നെ മിസ്സേ, എന്റെ കുട്ടികള് വലിയ കുട്ടികളാണ്. അപ്പൊ
അവരോട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യപ്പെട്ട അവർക്ക് ഭയങ്കര വിഷമാ. എന്ത് കാര്യങ്ങളും അവരെ എന്താ പറയാ സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ്. വലിയ പിള്ളേരാണ്, പക്ഷെ ഇപ്പോഴും അവർക്ക് എന്താ പറയാ അവർക്ക് അധികം ദേഷ്യപ്പെട്ട ഭയങ്കര വിഷമാ. അതുപോലെ തന്നെ പറയാം, അമ്മ എന്നോട് സമാധാനത്തിൽ പറഞ്ഞാൽ മതി, ഞാൻ കേൾക്കാം. ഞാൻ അധികം ദേഷ്യപ്പെടില്ല കേട്ടോ, കുറേ പ്രാവശ്യം. എനിക്ക് ടീൻസാണ്, അപ്പൊ നമുക്ക് ഇടയ്ക്ക് ചിലപ്പോ ദേഷ്യങ്ങളൊക്കെ വരുമല്ലോ ടീൻസ് ആവുമ്പോ. അപ്പൊ അവര് പറയുമ്പോ ദേഷ്യപ്പെടല്ലേ, എനിക്ക് വിഷമാന്നൊക്കെ പറയും. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവര്. അപ്പൊ കുറച്ച് ഇങ്ങനെ ഇപ്പൊ നന്നായിട്ട് ഇങ്ങനെ സ്നേഹത്തോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ താല്പര്യ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അഫെക്ഷൻ മനസ്സിലായോ? അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തത് ഹ്യൂമർ ആൻഡ് ലാഫർ ആണ് കേട്ടോ. തമാശയും ചിരിയും. അതൊന്ന് എല്ലാവരും ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യാം. ഓക്കെ, ഒരാൾ ഇതൊന്ന് ഉച്ചത്തിൽ വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ആരാണ് മൈക്ക്? Humor and laughter. This separates human beings from animals. These are social emotions which greatly influence our routine daily work. Humor and laughter help in controlling conflicts and tensions. They lead to tolerance, relaxation, and joy. They give changes for self-criticism and improvement in one's behavior. Chances എന്നാണ് കേട്ടോ, chances. Okay. Chances. ഓക്കെ, അപ്പോ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? തമാശ. ലാഫർ എന്ന് പറഞ്ഞാൽ ചിരിയാണ്, അല്ലെ? അപ്പൊ ഇതെന്താണ്? ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വായിച്ചിട്ട് എന്ത് മനസ്സിലായി അഞ്ജു? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വ്യത്യാസപ്പെടുത്തുന്നത് ചിരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. ഇത് നമ്മുടെ ഇമോഷൻസിലെ ഡെയിലി റൊട്ടീൻ വർക്കിലൊക്കെ നമ്മൾ അതായത് നമ്മൾ ലാഫറൊക്കെ നമ്മൾ കോൺഫിഡൻസ്, നമ്മളെ ടെൻഷനൊക്കെ കുറയാനും അതൊക്കെ വളരെയധികം സഹായിക്കും. എപ്പോഴും സന്തോഷവാനായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാൽ. അതെ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് എപ്പോഴും ചിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു ഹാപ്പി ആയിട്ട് നമ്മൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? പോസിറ്റീവ് തിങ്കിങ്. എന്താണ്? പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പിന്നെ പാട്ട് കേൾക്കുക, കോമഡി ചിത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് കാണുക. കോമഡി പ്രോഗ്രാംസ് ഒക്കെ കാണാം. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നെഗറ്റീവായിട്ട് ചിന്തിക്കാണ്ടിരിക്കുക. നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, അപ്പോ ഈ ഹ്യൂമർ ആൻഡ് ലാഫർ എന്ന് പറയുന്നത് മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒന്നാണ്.
ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഇമോഷൻസ് ഒക്കെ എന്താണ്, മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ ഇത് പ്രത്യേകിച്ചും എടുത്ത് പറയുന്നത് നമ്മുടെ ഡെയിലി വർക്ക്, നമ്മുടെ റുട്ടീൻ ഡെയിലി വർക്കില്, അതുപോലെ തന്നെ പലതരത്തിലുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ ചില തെറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഹ്യൂമർ ആൻഡ് ലാഫർ സഹായിക്കും എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ആരെങ്കിലും ഒരു തമാശ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചിരിക്കാറുണ്ടോ? ചിലപ്പോ നമുക്ക് അധികം ചിരിയൊന്നും പരിഹരിക്കൂല, പക്ഷെ നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ വിഷമത്തെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ സന്തോഷം ലഭിക്കും. നമ്മള് ഭയങ്കരമായിട്ട് നമ്മളിപ്പോ ഒരു സീൻ, നമ്മളിപ്പോ ഫോണില് ഒരു എന്താ പറയാ ഒരു വ്ളോഗ് കാണുവാണ്, എന്തെങ്കിലും ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള വ്ളോഗ് ആയിരിക്കും കാണുന്നത്. പക്ഷെ അത് നമ്മളെ ചിരിപ്പിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര അധികമായിട്ട് സന്തോഷം അനുഭവപ്പെടും. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ സമാധാനം ലഭിക്കും അല്ലെ. കുറച്ചു നേരത്തേക്ക് നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മുടെ ആ സമയത്ത് സങ്കടങ്ങൾ കുറച്ചു നേരത്തേക്കെങ്കിലും ഒഴിവാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ഇത് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബായിട്ട് ആ ഒരു വൈബിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്കും നമ്മളെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഹ്യൂമർ ആൻഡ് ലാഫർ സഹായിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ എപ്പോഴും മസിൽ പിടിച്ചിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് തമാശകൾ കേൾക്കുക, അല്ലെങ്കിൽ ചിരിക്കുക. നമ്മളിപ്പോ ഒരാളെ നമ്മൾ കണ്ടെന്ന് വിചാരിക്കുക, ചിലപ്പോ നമ്മൾക്ക് പരിചിതമല്ലാത്ത ആള് കൂടിയായിരിക്കാം. ചിലപ്പോ നമ്മളിപ്പോ വഴിയെ നടന്നു പോവാണെന്ന് വിചാരിക്കാം, നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ആള് നടന്നു വരുവാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അറിയാത്ത ആളുകളാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല അല്ലെ, നമ്മൾ ചിരിക്കില്ല, നമ്മൾ നമ്മുടെ പാട് നോക്കിയാണ് പോവുക. പക്ഷെ ഓപ്പോസിറ്റ് വരുന്ന ആളുകളെ നോക്കി ഒന്ന് സ്മൈൽ ചെയ്ത് കഴിഞ്ഞാല് ഇത് നമ്മുടെ ബോഡിക്കും നമ്മുടെ മനസ്സിനും ഒക്കെ വളരെ നല്ലതാണ്. കാരണം നമ്മള് എന്താ പറയാ, നമ്മള് പരത്തുന്ന ഒരു ചിരി ഉണ്ടല്ലോ, അത് മറ്റുള്ളവരുടെ മനസ്സിലും ഒരു ചിരി ഉണ്ടാക്കും അല്ലെ. നമ്മളിപ്പോ ഒരാളെ നോക്കി ചിരിക്കുവാണെങ്കിൽ അയാളും നമ്മളെ നോക്കി ചിരിക്കില്ലേ? അപ്പൊ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചില ആൾക്കാരെ ഗമ പിടിച്ചിരിക്കാറുണ്ട്. എന്താണ് ദീപ? ഒന്നുമില്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ദീപേനെ കണ്ടില്ലല്ലോ എന്നോർത്ത്. എന്ത് പറ്റി? ഞങ്ങള് ഹോസ്പിറ്റലിൽ വരെ പോയതായിരുന്നു, ചേട്ടത്തിയെ കൊണ്ട്. ചേച്ചിയുടെ കൂടെ പോകണമായിരുന്നു. അപ്പൊ പോയിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. വന്നപ്പോഴേ ഞാൻ നോക്കിയപ്പോ 10 മിനിറ്റ് ഉണ്ടല്ലോ എന്നോർത്ത് കേറിയതാ, ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി. അതായത് നമ്മളിപ്പോ ഒരാളെ നോക്കി ചിരിക്കുന്നു, നമുക്ക് യാതൊരു പരിചയം ഇല്ലെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ അയാളെ നോക്കി ചിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ ഉണ്ടാവുക. അത് അയാളിലേക്കും ചെല്ലുവാണ്. കാരണം ചിലപ്പോ ആ വ്യക്തി നമ്മളെ നോക്കി ചിരിച്ചെന്ന് വരില്ല, എന്നാലും പോട്ടെ, ഇനി ഒരു ചിരിച്ചാലോ, അത് അയാളുടെ മനസ്സിലും പോസിറ്റീവ് വൈബാണ് ഉണ്ടാക്കുക. അപ്പൊ നമുക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും, നമുക്കൊരു ഹാപ്പിനെസ് തോന്നും. അപ്പൊ ഒരു ചിരി എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് അതിനുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും അന്യോന്യം നോക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനോ ഒന്നും സമയമില്ലാത്തൊരു കാലമാണല്ലോ ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ചിരി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചൊരു ചിരി നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ എപ്പോഴും അങ്ങനെ എപ്പോഴും ഞാൻ ചിരിച്ചോണ്ടേ ഇരിക്കാറുള്ളു. എന്നോട് എല്ലാരും ചോദിക്കും, നിനക്ക് എപ്പോഴും ഇതേ ഉള്ളൂന്ന് ചോദിക്കും. ഇതേ ഉള്ളൂന്ന് ചോദിക്കും അല്ലെ. അങ്ങനെ ആയിപ്പോയല്ലേ ദീപ? ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറയാറുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ തമാശകളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ ഇവിടെ ടീച്ചേഴ്സ്, ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ ഇവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ, അതിനകത്ത് ധാരാളം ആളുകൾ എന്താ പറയാ ചിരിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പൊട്ടിച്ചിരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷൻസിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്കും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതുമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു തമാശ കേൾക്കുന്നത്. അപ്പൊ കുറച്ചു നേരത്തേക്കെങ്കിലും നമുക്ക് ആ വിഷമങ്ങൾ മറക്കാനും ആ ഒരു കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മൾ ആ റിലാക്സ് ആയിട്ട് ഇരിക്കാനും ഒക്കെ ഈ ഒരു കാര്യം സാധിക്കും. അപ്പൊ
അത്തരത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ കൂട്ടുകൂടുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ആളുകള്, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും സന്തോഷമായിട്ട് വെക്കുന്ന ആളുകള്, എപ്പോഴും നമ്മളെ കെയർ ചെയ്യുന്ന ആളുകള്, അവരോടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലൈഫും അതുപോലെയാകും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ആളുകളാണ്. എല്ലാവരെയും നമുക്ക് ഭയങ്കരമായിട്ട് മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരിൽ ഉണ്ടോ, എങ്ങനെയാണ് ആ പേഴ്സൺ, അപ്പോ അവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുക ബെനിഫിറ്റ്സ്, അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെയുള്ള കെയർ, സ്നേഹം, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ, പിന്നെ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുത്താനുള്ള ഒരു കഴിവ്, അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ വളരെ നല്ലതാണ്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഒരു ഹ്യൂമറൽ ലാഫ്റ്റർ എന്ന് പറയുന്നത് അവനെ പലവിധ സംഘർഷങ്ങളിൽ നിന്നും അവനെ മുക്തനാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. ഓക്കെ, ആരെങ്കിലും വേർഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? വേർഡ്സ്, സ്പീച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇന്ന്? മിസ് വേർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ, പറഞ്ഞോളൂ കേട്ടോ. Affection, a feeling of love. Empathy, the ability to understand and share someone's feelings. Compassion, a feeling of sympathy and concern for someone. Tenderness, gentle and caring behavior. Anger, a strong feeling of frustration. ഇത്രയേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായില്ല, ആക്ഷൻസ് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്റെ എന്താണ് ആരും പ്രിപ്പയർ ചെയ്ത് വരാതിരുന്നേ? ചെയ്തല്ലോ മിസ്സേ, കുറച്ച് പേര് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു ആരെങ്കിലും? ഇല്ലല്ലോ. ഓരോ ക്ലാസ്സിലും ഓരോ ആൾക്കാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ കളിക്കൊടുക്ക പോലുള്ള ചെറിയ ചെറിയ സ്റ്റോറി ബുക്ക് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ സ്റ്റോറി കളക്ട് ചെയ്യുക, എന്നിട്ട് അത് ഇവിടെ പ്രസന്റ് ചെയ്യുക. അപ്പോ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴോ അല്ലെങ്കിൽ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോഴോ അത് ഹെൽപ്ഫുൾ ആകും. ധാരാളം കഥകൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എപ്പോഴും പഠിപ്പിച്ചാൽ മാത്രം മതിയോ? ലെറ്റേഴ്സ്, വേർഡ്സ് മാത്രം പഠിപ്പിച്ചാൽ മതിയോ? കഥകളും ആക്ഷൻ സോങ്ങും പാട്ടുകളും ഒക്കെ പഠിക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി എന്ത് ചെയ്യാം? ഒരാൾ ആക്ഷൻ സോങ് ചെയ്യാം. അത് 2-3 പേർക്ക് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ഒരാൾ തന്നെ നിർബന്ധം പറയണമെന്നില്ല. ആക്ഷൻ സോങ് ഒരാൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കളക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരാൾ സ്റ്റോറി വായിക്കുക, പിന്നെ വേർഡ്സ് വായിക്കുക, സ്പീച്ച് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ന്യൂസ് പേപ്പർ റീഡിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, ചെറിയ ചെറിയ സ്റ്റോറീസ് മതിയോ? ചെറിയ ചെറിയ സ്റ്റോറീസ് മതി, അതാണ് കുറച്ചുകൂടി നല്ലത്. കുട്ടികൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. വലിയ സ്റ്റോറീസിനേക്കാളും ചെറിയ ചെറിയ കുഞ്ഞു സ്റ്റോറീസ് മതി. അതിനകത്ത് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനുണ്ടോ? മിസ്, ഞാൻ വേർഡ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. വേർഡ്സ് വായിച്ചോളൂ കേട്ടോ. എഴുതിയിട്ടുണ്ടെങ്കിൽ വായിച്ചോളൂ. അഗർവുഡ്, മീനിങ് അഖിൽ. ഒരു സുഗന്ധമുള്ള ഒരു മരപ്പിച്ചാണ്. ധൂപം, അറ്റർ, പെർഫ്യൂം മുതലായവയിൽ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ ദ്രവ്യത്തിൽ പെടുന്ന ഒരെണ്ണമാണ് അഗർ. ഫ്രാൻസിസെൻസ്, കുന്തിരിക്കം, എ റെസിൻ യൂസ്ഡ് ഇൻ വർഷിപ്പ് ആൻഡ് ട്രഡീഷണൽ ഇൻഗ്രീസ്. അത് ബോസ്ബില്യ മരത്തിൽ നിന്നുമുള്ള ഒരു റെസിൻ, ആരാധനാ ധൂപത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കുന്തിരിക്കം എന്ന് പറയുന്നത്. പിന്നെ മസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരി, സ്ട്രോങ് പെർഫ്യൂം സബ്സ്റ്റൻസ് ആണ്. ഫ്രം ഡിയർ ഓർ
സിന്തറ്റിക് മൃഗത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യമാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് കസ്തൂരിമാൻ എന്നൊക്കെ പറയുന്ന ഒരു മൃഗത്തിൽ നിന്നുമാണ്. സാൻഡൽവുഡ്, ചന്ദനം, അത് ചന്ദനമരത്തിൽ നിന്നുള്ള ഒരു സുഗന്ധമുള്ള മരപ്പിച്ചു എണ്ണയും അങ്ങനെ എണ്ണയും ധൂപം, ലോഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് പരിമള ദ്രവ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കംഫൂർ, സ്ട്രോങ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ പൂജ ആൻഡ് മെഡിസിൻ. സുഗന്ധമുള്ള ഒരു രാസപദാർത്ഥമാണ് കംഫൂർ. നേർച്ച, പൂജ, ധൂപം എന്നീ അങ്ങനെയൊക്കെ ഉള്ളതിന് തണുപ്പിക്കുന്നതിന് ഉള്ള ഗുണമുണ്ട് ഇതിന്. ഞാനിതിപ്പോ ഇന്ന് ഈ ഒരു സുഗന്ധദ്രവ്യം എഴുതാൻ കാരണം എന്താണെന്നറിയാമോ? അഖിൽ എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ ദിവസം എന്നോട് ഒരാള് ചോദിച്ചു, അഖിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോന്ന്. അപ്പൊ എനിക്ക് അഖിൽ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അഖിൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പിന്നെ ഈ അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് അത് കുട്ടി തന്നെയാണ് ചോദിച്ചത്. അഖിൽ എന്റെ മോനല്ല, തൊട്ടടുത്തുള്ള ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ആന്റി അഖിൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവർക്ക് അത് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാ. അപ്പം അതെന്താണെന്ന് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പിന്നെ അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അഖിൽ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പെർഫ്യൂം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് മൊത്തം, ഒരു സുഗന്ധദ്രവ്യങ്ങള് എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ, നമുക്ക് പെട്ടെന്നെല്ലാം. അതുകൊണ്ട് ഞാൻ ഇതിന് 5 വാക്ക് ഞാൻ എഴുതി. നന്നായിട്ടുണ്ട് കേട്ടോ. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ട്. മാം, നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് മോക്ക് ടെസ്റ്റ് ഇട്ടില്ലല്ലോ. ഇട്ടിട്ടില്ലല്ലേ? ഞാൻ ഇട്ടാ കേട്ടോ. ഇല്ല. ഓക്കെ, സൈൻ ഔട്ട് പറയാനേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടേക്കാം. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം കേട്ടോ. സൈൻ ഔട്ട് പറഞ്ഞോളൂ. In the name of everyone, I would like to thank Ashwini ma'am, who despite her busy schedule and many experiences, spent an hour with us and for teaching us new things. Thank you ma'am. Okay, thank you. അപ്പൊ നമുക്ക് ഫ്രൈഡേ കാണാം കേട്ടോ ഇനി. താങ്ക് യു മിസ്. Thank you ma'am. Thank you, ma'am.